പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ വചന ചിന്തയ്ക്കായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 5-ാം വാക്യം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്തിരിക്കുന്നത്. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് പറയുന്നത് ഇതാണ്: എന്റെ മഹത്വം നിങ്ങളിൽ വെളിപ്പെടും. ദൈവമഹത്വം മനുഷ്യൻ ഉണ്ടാക്കുന്നതല്ല, അത് ദൈവം തന്നെയാണ് മനുഷ്യനിൽ വെളിപ്പെടുത്തുന്നത്. നമ്മുടെ ബുദ്ധിയും പരിശ്രമവും തീരുന്നിടത്താണ് ദൈവം തന്റെ മഹത്വം കാണിക്കുന്നത്. മനുഷ്യർ ഇവിടെ ഇനി ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്നിടത്ത് തന്നെയാണ് ദൈവം പുതിയ വഴികൾ തുറക്കുന്നത്. അവിടെ ദൈവം തന്റെ മഹത്വം കാണിക്കും, അത്ഭുതങ്ങൾ നടക്കും. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അവനാണ് നമ്മളിൽ ദൈവമഹത്വം പ്രകടമാക്കുന്നത്. ഇന്നുവരെ മറഞ്ഞു കിടക്കുന്ന ദൈവിക മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ നമ്മൾ പരാജിതരായി എന്ന് കരുതിയ ഇടങ്ങളിൽ തന്നെ വിജയത്തിന്റെ വേദികളാക്കി ദൈവം മാറ്റും. മനുഷ്യർ ഇവരിലൊന്നും ഇനി ഉണ്ടാകില്ല എന്ന് പറഞ്ഞാലും ദൈവം പറയും, ഇതാ എന്റെ മഹത്വം ഇവരിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. അതിനാൽ നമുക്ക് നിരാശപ്പെടേണ്ട ഒരു കാര്യമില്ല. ദൈവം പറഞ്ഞാൽ അത് സംഭവിക്കും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്തിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ ആ ദൈവം മഹത്വത്തെ വഹിച്ച് ദൈവത്തിന്റെ പ്രവൃത്തിയെ നമ്മളെ തികയ്ക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കാം. ദൈവത്തിന്റെ മഹത്വം നാം അനുഭവിപ്പാനും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുപ്പാനും കർത്താവിന്റെ കൃപ നമ്മളിൽ വ്യാപരിക്കട്ടെ. ഈ വലിയ പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യും. ഇത് കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.